മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിൻ ചുണ്ടിൽ തേനൊലിയോ തേങ്ങയോ തേനൊലിയോ തേങ്ങയോ മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിൻ ചുണ്ടിൽ തേനൊലിയോ തേങ്ങയോ തേനൊലിയോ തേങ്ങയോ തേനൊലിയോ തേങ്ങയോ. എന്നാലും എൻ്റെ പൂക്കി മുഖ്യ മൈക്ക് കണ്ടാൽ വിടാത്ത നിങ്ങളാണോ ഇങ്ങനെ മൗനം പാലിച്ച് ചിരിച്ചുകൊണ്ട് മുങ്ങുന്നത്? ഛേ, വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ, സത്യം. ഞാൻ ആദ്യം സംസാരിക്കാമെന്ന് പറഞ്ഞ് മൈക്കിന് വേണ്ടി അടികൂടിയ അന്നത്തെ സതീശനെ ഞങ്ങളാരും മറന്നിട്ടില്ലേ? ഇതാണ് യഥാർത്ഥത്തിൽ സതീശൻ. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇപ്പൊ പുള്ളിക്ക് മിണ്ടാട്ടമില്ല. CPIM പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയപ്പോൾ മുതലാണ് മുഖ്യൻ മൗനിയായി മാറിയത്. ഇപ്പൊ മാധ്യമങ്ങളെയോ മൈക്കോ കണ്ടാൽ ഹൈ അങ്ങോട്ട് മാറി നിൽക്കാം, ഈ ഒരു മോഡാണ്. ED റെയ്ഡിൽ 3 ദിവസമായി മാധ്യമങ്ങൾ മുഖ്യന്റെ പ്രതികരണത്തിന് വേണ്ടി പിന്നാലെ നടക്കുന്നുണ്ട്. ഉള്ള കാര്യം പറയാലോ, മോദിജിയെ കണ്ട് കൈകൊടുത്തു വന്ന നമ്മുടെ മുഖ്യൻ അന്ന് രാത്രി കണ്ട സ്വപ്നങ്ങൾ തകർന്നു പോയതിന്റെ നിരാശയിലാണ്. ആൾക്കുള്ളിൽ നല്ല സങ്കടമുണ്ട്. പ്രതീക്ഷ പോലെ കാര്യങ്ങൾ കരയ്ക്ക് അടുക്കാത്തത് കൊണ്ടാണേ, പുറമെ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അത് മാത്രമല്ല, കേന്ദ്രത്തിനെതിരെ ഒരു വാക്ക് മിണ്ടാൻ അദ്ദേഹത്തിന് പറ്റൂലെന്ന്. EDയെ കുറിച്ച് മിണ്ടാനേ പാടില്ല. മിണ്ടിയാൽ അടി ഓടി വാങ്ങിയ മുഖ്യമന്ത്രി കസേര തീർച്ചാല. കാരണം പുനർജനി തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഫണ്ട് മുക്കിയത് കുറേ ഉണ്ടല്ലോ. നിങ്ങൾ മാധ്യമങ്ങൾ വേണ്ടേ ഇതൊക്കെ കണ്ട് അറിഞ്ഞു പെരുമാറാൻ? അതിനുള്ള സിഗ്നലല്ലേ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂക്കി എക്സ്പ്രഷൻ ഇട്ട് തരണത്. തടസ്സമില്ലാതെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞ സതീശനാണ് ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ തലയിൽ മുണ്ടിട്ട് മുങ്ങുന്നത്. റെയ്ഡിനെ കുറിച്ച് സംസ്ഥാന പോലീസിന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് ആഭ്യന്തരമന്ത്രി കൈകഴുകിയിട്ടുണ്ട്. ഇനി നവരസങ്ങളിൽ പിടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല സതീശോ, മൗനം ഉപേക്ഷിച്ചേ മതിയാകൂ. എന്ത് കാര്യം പറയുന്നതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടേ വേറെ ആരോടും പറയൂ എന്നാണ് മാധ്യമങ്ങൾക്ക് സതീശൻ നൽകിയ വാക്ക്. ആ വാക്ക് വെറും വാക്ക് മാത്രമായി പോയി എന്നാണ് ഇപ്പൊ മാധ്യമങ്ങൾ പറയുന്നത്. കാണേണ്ടി വരുമല്ലേ? നോക്കാം. നിങ്ങളോട് പറയല്ലേ പറയണ്ട, ആദ്യം ഞാൻ എപ്പോഴും പറയാറില്ലേ, എന്ത് രഹസ്യം ഉണ്ടെങ്കിലും ആദ്യം നിങ്ങളോടെ പറയുള്ളൂ. തീരുമാനം എടുത്ത ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളോടെ പറയുള്ളൂ. ഇനി പൂക്കി എക്സ്പ്രഷൻ എടുത്താൽ നാട്ടുകാരെടുത്തിട്ട് ഉടുക്കും എന്ന് പറയുന്നവരുമുണ്ട്. മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല, പോട്ടെ, ഒന്ന് ചോദിച്ചോട്ടെ, കേറി വാടാ മക്കളെ എന്ന് പറഞ്ഞ് മാധ്യമപ്പടയെ കോരിയെടുത്തിട്ട് ഇപ്പൊ പുറത്തു കിടക്ക് എന്ന് പറഞ്ഞതിന്റെ പൊരുൾ എന്താണ്? കണ്ടോൺമെന്റ് ഹൗസിൽ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതുകൊണ്ട് ചോദിച്ചതാണ്. മാധ്യമങ്ങളെ ഒരു കാരണവശാലും അകത്തേക്ക് കയറ്റി വിടരുതെന്നായിരുന്നു മുഖ്യന്റെ ഓർഡർ. മാധ്യമങ്ങൾക്ക് മാത്രമേ അകത്ത് കടക്കാൻ പറ്റാത്തതായി ഉള്ളൂ കേട്ടോ. സ്വകാര്യ വാഹനങ്ങൾ കടന്നു പോകുന്നതിൽ തടസ്സങ്ങളൊന്നുമില്ല. കൊള്ളാല്ലേ, കേരളത്തിൽ ചിരിക്കുന്ന പൂക്കി മുഖ്യനുണ്ട്. പക്ഷെ ചിരിക്ക് ഇത്ര പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല കേട്ടോ.